നമസ്കാരം. മഞ്ജു പിള്ള എന്ന നടിയുടെ മകൾക്കെതിരെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ചട്ടുകത്തില് എണ്ണയിൽ കടുകിടുമ്പോ പൊട്ടൂല്ലേ, അതിനുള്ള വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ പൊട്ടിയാണ് അതുപോലെ ആയിരുന്നു. അപ്പൊ ഞാൻ ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല. മഞ്ജുപിള്ളയുടെ മകളാണ് ഇപ്പോൾ പറയുന്നത്, ചട്ടുകത്തിൽ കടുകിടുമ്പോൾ പൊട്ടില്ലേ അതേപോലെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമ്മളിപ്പോൾ മഞ്ജുപിള്ളയുടെ മകളോടൊക്കെ ചട്ടുകം ഏതാണ് ചീനിച്ചട്ടി ഏതാണെന്ന് അറിയാൻ പാടില്ലാത്ത ഈ പിള്ളേരോടൊക്കെ അവർക്ക് ആകപ്പാട് അറിയാവുന്നുള്ള തുണി അഴിച്ചിടാൻ മാത്രമാണ്. തുണി അഴിച്ചിട്ട് എന്ത് കോലം കെട്ടാൻ പറഞ്ഞാലും അവർക്കറിയാം. മഞ്ജുപിള്ളയുടെ മകളിപ്പോൾ പറഞ്ഞത് ചട്ടുകത്തിൽ കടുകിട്ട് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. എൻ്റെ പൊന്നു കൊച്ചെ, ചട്ടുകമല്ലാതെ ചീനിച്ചട്ടിയാണ്. ചീനിച്ചട്ടിയും ചട്ടുകവും തിരിച്ചറിഞ്ഞുകൂടാത്ത നിൻ്റെ അടുത്ത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഷഫീന ബീവി എന്ന് പറയുന്ന ലേഡിയാണ്, യൂട്യൂബറാണ് ആ വീഡിയോ ഇവർക്കെതിരെ വീഡിയോ ചെയ്തത്. അത് ഭയങ്കരമായിട്ട് കത്തിപ്പടരും. അവർക്ക് കത്തിപ്പടർന്നു, ആ വീഡിയോ വൈറലായി. പക്ഷേ ഇവർക്ക് അനുകൂലമായിട്ടുള്ള കമൻസുകൾ വരുമെന്നായിരിക്കാം അവർ പ്രതീക്ഷിച്ച വീഡിയോ ചെയ്തത്. പക്ഷേ നിരാശാജനകമെന്ന് പറയട്ടെ, ഒരുപാട് പേര് അവരെ പൊങ്കാലയിട്ടു. ഞാൻ ചോദിക്കട്ടെ, അതിൽ പൊങ്കാലയിടാൻ മാത്രം വല്ലതും ഉണ്ടോ? മഞ്ജു പിള്ള എന്ന് പറയുന്ന നടിയെ, അല്ലെങ്കിൽ അവർ ജഡ്ജായിട്ടിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, വന്നിട്ടുണ്ട്. അതൊക്കെ കാണുകയും നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തൊരു കേസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മകൾ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടുള്ള അല്പവസ്ത്രധാരിയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ആ ഇഷ്ടപ്പെടാതെ വന്നതിൻ്റെ പ്രശ്നമാണ് അവരൊരു വീഡിയോ ആ രീതിയിൽ ചെയ്തത്. ഞാൻ ഈ വീഡിയോ ചെയ്യുവാനുണ്ടായ കാരണം, നമസ്കാരം, ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്ക വജസ്കുമാറാണ്. അപ്പോൾ നമ്മുടെ പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ എന്നല്ല, നമ്മുടെ എല്ലാ വീഡിയോയും നിങ്ങൾ കാണുന്നതോടൊപ്പം അത് ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഒക്കെ നിങ്ങൾ തയ്യാറാവണം. പുരുഷന്മാർ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മഞ്ജുപിള്ളയുടെ മകളെക്കുറിച്ചാണ്. ആ പെൺകുട്ടിക്ക് ചട്ടുകവും ചീനിച്ചട്ടിയും എന്താണെന്ന് അറിയില്ല, പക്ഷേ വസ്ത്രം ഉരിയാൻ അറിയാം. ഇവിടെ വസ്ത്രം ഉരിഞ്ഞ് നടക്കുന്നവർക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ നാട്ടിലെ വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ. എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് ഒന്നും പറയാൻ പാടില്ല. പക്ഷേ മഞ്ജുപിള്ള ഒന്ന് മനസ്സിലാക്കേണ്ടത്, മഞ്ജുപിള്ളയ്ക്ക് ഈ മകള് ക്ലാസ് കൊടുക്കുന്നുണ്ട്, സ്ലീവ്ലെസ് വസ്ത്രം ധരിക്കണം, ചൂട് സമയമല്ലേ, തുണിയൊക്കെ ഉരിഞ്ഞിട്ട് നടക്കണം എന്നുള്ള രീതിയിലാണ് മഞ്ജുപിള്ളയ്ക്ക് ക്ലാസ് കൊടുക്കുന്ന വേറെ വീഡിയോ ഉണ്ട്, ഞാൻ അതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇമ്മാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കമൻസിൽ അജിത എന്ന് പറയുന്ന ഒരു ലേഡി കമൻ്റ് ഇടുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ കിട്ടും. അവർ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. എന്താണ്, ഷഫീന ബീവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ ലേഡി ഇട്ടിരിക്കുന്നത്, ഒരു ചേച്ചിയാണ് അവരെ ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മളതിൽ പ്രതികരിക്കുന്നില്ല? മോശം വസ്ത്രമല്ലേ മഞ്ജു പിള്ളയുടെ മകൾ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മോശം വസ്ത്രം തന്നെയാണ്. ഫാഷൻ ഷോയുടെ പേരിൽ തുണി അഴിച്ചിടുന്നത് വളരെയധികം മോശം തന്നെയാണ്. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം വസ്ത്രം ഉരിഞ്ഞാലും കുഴപ്പമില്ല, ഒന്ന് വൈറലാവണം, അല്ലെങ്കിൽ അടുത്ത സിനിമയിൽ നല്ലൊരു ചാൻസ് കിട്ടണം, അല്ലെങ്കിൽ വേറെ ഷോയിൽ ചാൻസ് കിട്ടണം, ഒന്ന് ജനങ്ങളുടെ ഇടയിൽ വൈറലാവണം. എൻ്റെ പൊന്ന് ഒന്ന് മനസ്സിലാക്കുക, വൈറലാവാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും എന്തെങ്കിലും ഒരു കഴിവില്ലാത്തൊരു വ്യക്തി ഇവിടെ ഇല്ല. എന്തെങ്കിലും ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാവും. ഈ എനിക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പാടില്ലാതെ വളർന്നു വന്ന സാഹചര്യം കൊണ്ടും മറ്റ് രീതികൾ കൊണ്ടും ഒട്ടും ഇങ്ങനെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഒരു സംഘടനയുടെ തലപ്പത്തോ ഒരിടത്തും വരാൻ, ഒരു പബ്ലിക് വേദിയിൽ വരാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കിവിടെയൊക്കെ എത്താമെങ്കിൽ നിങ്ങളൊക്കെ എത്രയോ ഭേദമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് ഉരിഞ്ഞിട്ടാൽ മാത്രമേ ഫേമസ് ആവാൻ പറ്റത്തുള്ളൂ, വൈറലാവാൻ പറ്റത്തുള്ളൂ എന്നുള്ള നിങ്ങളുടെ വിഡ്ഢിത്തം. കാര്യം ഇത് പെട്ടെന്ന്, ഞാനിപ്പോൾ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് കാശും എൻ്റെ സമയവും സമ്പത്തും കളഞ്ഞിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പ്രയാസപ്പെടാൻ വയ്യ, കഷ്ടപ്പെടാൻ വയ്യ. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ നേരം വെളുക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് വൈറലാവണം,
അതിന് പറ്റിയത് തുണി അഴിച്ചിടുക. പെണ്ണല്ലേ, തുണി അഴിച്ചിടാമല്ലോ. ആണുങ്ങൾ തുണി അഴിക്കുമ്പോഴാണല്ലോ പ്രശ്നം. പെണ്ണുങ്ങൾ തുണി അഴിച്ചിട്ടാൽ നല്ലതാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് കാലത്തൊന്ന് ഈ നമ്മുടെ പ്രായത്തിലുള്ളവർ ഈ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയ കാലഘട്ടമാണ്. അന്ന് സ്ത്രീയുടെ ശരീരത്തിന് വിലയുണ്ടായിരുന്നു. ഇന്ന് സ്ത്രീയുടെ ശരീരത്തിന് വിലയില്ല. നമ്മളിപ്പോൾ ഇവളൊക്കെ എന്തഴിച്ചിട്ടാലും നമുക്ക് എന്താ കണ്ട് മടുത്തിരിക്കുകയാണ് അല്ലേ. മുൻപൊക്കെ സിനിമയിലൊക്കെയാണ് എന്തെങ്കിലും സ്ക്രീനിൽ കാണുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുവേണ്ടി പോകേണ്ട കാര്യമില്ല. CD-യും കാസറ്റൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നേരെ റോഡിലോട്ട് ഇറങ്ങിയാൽ മതി, എല്ലാം കാണാം. അതാണ് പ്രശ്നം. അപ്പോൾ മഞ്ജുപിള്ളയുടെ മകൾ മനസ്സിലാക്കേണ്ടത്, മഞ്ജുപിള്ള ആയതുകൊണ്ട്, നിങ്ങളെ കാണുന്ന രീതി വേറെ ആയതുകൊണ്ടാണ് നിങ്ങളുടെ മകൾ ഒരല്പം പോലും സംസ്കാരമില്ലാതെ തുണിയഴിച്ചിടുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലും പ്രതികരിച്ചു പോകുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള നടപടിയല്ല. വേറെ എന്തെല്ലാം മാർഗമുണ്ട്. നിങ്ങൾക്ക് ഉപദേശം ഈ പെങ്കൊച്ച് തരുന്നുണ്ട്, നിങ്ങളും തുണിയഴിച്ചിട്ട് നടക്കാൻ. ഓക്കെ. അപ്പോൾ ഇമാതിരിയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ മെൻസ് അസോസിയേഷനോ ഞാനോ ഇതൊന്നും അനുകൂലിക്കുന്നില്ല. ഈ സമൂഹത്തിൽ മാതൃകയായിരിക്കണം നിങ്ങളൊക്കെ എന്ന് ഞാൻ പറയുന്നു. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.